ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആഷ്ടോൺസ് ക്രിയേറ്റീവ് വേൾഡിലേക്ക് സ്വാഗതം. ക്രിസ്മസ് ക്രിബ് മേക്കിംഗ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു മുട്ടക്കുന്നിൻ്റെ മുകളിൽ മനോഹരമായ ഒരു ക്രിബാണ് ഞാനിവിടെ ഒരുക്കുന്നത്. നമ്മുടെ കുട്ട കമഴ്ത്തി വെച്ച് അതിന് മുകളിൽ നമ്മൾ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മണ്ണ് കുഴച്ച് ഈ ഒരു കൊട്ടയൊന്ന് ഹൈഡ് ചെയ്യാം. ഈ ഒരു ക്രിബിനുള്ളിലായി നമ്മൾ ഗ്രീൻ മാറ്റിൻ്റെ ഒരു കട്ട് പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ക്രിബിന് മുകൾ ഭാഗത്തായിട്ട് നമ്മളൊരു ഗ്രീൻ ഗാർലൻഡും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ സാധാ മണ്ണും ക്ലേയും വെള്ളവും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു കൊട്ട ഹൈഡ് ചെയ്യുന്നത്. പുൽത്തകടി ഒരുക്കുന്നതിനായി ഞാനിവിടെ റാഗിയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തിന യൂസ് ചെയ്യാവുന്നതാണ്. സ്പ്രൗട്ടഡ് റാഗിയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നമ്മളിത് 2 ദിവസം കൊണ്ടാണ് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ആദ്യ ദിവസം നമ്മൾ ഇതൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു ബേസിക് സെറ്റപ്പൊക്കെ ആയിട്ടുണ്ട്. സ്പ്രൗട്ടഡ് റാഗി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് മുളച്ച് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 2 to 3 hours കൂടുമ്പോൾ വാട്ടർ ബോട്ടിലാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഡയറക്റ്റ് നിങ്ങൾക്ക് വിത്തിട്ടിട്ട് ഇതേപോലെ മുളപ്പിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചൊരു ടൈം കൂടുതലെടുക്കും. നമ്മൾ ഈ ഒരു പുൽക്കൂട് ഒരുക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ അപ്രതീക്ഷിതമായിട്ടൊരു കരോള് വരാനിടയായിരുന്നു. ആ ഒരു സമയത്ത് നമ്മൾ പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി ഉണ്ണീനെയും മാതാവിനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊരു കാർഡ്ബോർഡ് എടുത്തിട്ട് ഇതേപോലെ അതിൻ്റെ ഫസ്റ്റ് ലെയർ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. കുറച്ചൊന്ന് ശ്രദ്ധിച്ച് റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഇതൊന്ന് വിട്ട് കിട്ടും. പുൽക്കൂട്ടിലേക്ക് ഒരു സ്റ്റെപ്പ് വെക്കാനായിട്ടാണ് ഇതിപ്പോൾ റെഡിയാക്കി എടുക്കുന്നത്. ഒരു പേപ്പർ കട്ടർ വെച്ചിട്ടാണ് ഞാനിത് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുന്നത്. ചെറിയൊരു കട്ട് പീസ് എടുത്തിട്ട് നമ്മുടെ സ്റ്റെപ്പിന് എത്രത്തോളം വിഡ്ത്ത് വേണം അതാണ് ഞാനിപ്പോൾ മെഷർ ചെയ്യുന്നത്. നമ്മളിത് ഗസ് ചെയ്ത് കട്ട് ചെയ്തായിരുന്നു. അപ്പോൾ കുറച്ച് എക്സ്ട്രാ ഭാഗം വന്നിട്ടുണ്ട്. അത് ഞാനിപ്പോൾ റിമൂവ് ചെയ്യുകയാണ്. ഏകദേശം ഒരു 2 cm മെഷർ ചെയ്തിട്ട് നമ്മളിതിനെ എഗെയിൻ സ്മോൾ പീസസ് ആയി കട്ട് ചെയ്യുകയാണ്. നമ്മുടെ ആ ഒരു ഫ്ലോറിൽ വേറെ മാർക്സും കാര്യങ്ങളും ഒന്നും വീഴാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയ ടൈലിൻ്റെ പീസ് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. ആൻഡ് ഫൈനലി നമ്മുടെ കാർഡ്ബോർഡ് പീസസൊക്കെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഗ്ലൂ ഗണ്ണ് വെച്ച് ഓരോ സ്റ്റെപ്സും ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മൾ ഈ ഒരു പുൽക്കൂട് സെറ്റ് ചെയ്യുന്നത് സ്വന്തമായിട്ടൊരു ക്രിയേറ്റിവിറ്റിയിലൂടെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഓരോന്ന് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ആ ഒരു സമയം നമുക്ക് എന്താണ് തോന്നുന്നത് അങ്ങനെയാട്ടോ ഞാൻ ഓരോന്നും സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ മാറ്റി എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു കേട്ടോ. നമ്മുടെ ഗ്ലൂ ഗണ്ണ് പ്രതീക്ഷിച്ചതുപോലെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് സ്റ്റിക്ക് ആവുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കൈ വെച്ച് കുറച്ച് നേരം ഒന്ന് പിടിച്ചു കൊടുക്കേണ്ടതായിട്ട് വന്നു. ചിരട്ട ഉപയോഗിച്ച് ഞാനിതിൻ്റെ നടുക്കായിട്ടൊരു കിണർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചിരട്ടയ്ക്കകത്ത് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നൈറ്റിൽ ലൈറ്റ്സൊക്കെ വരുമ്പോഴേക്കും ഈ ഒരു കിണറൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കട്ടെ, നല്ലൊരു ഒറിജിനാലിറ്റി തന്നെ തോന്നും. അങ്ങനെ നമ്മൾ സ്റ്റെപ്സൊക്കെ ഒട്ടിച്ച് ഏകദേശം കഴിയാറായിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് ബ്രിഡ്ജ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ കാർഡ്ബോർഡ് 2 പീസായിട്ട് മാറ്റുകയാണ്. അപ്പോൾ ഏകദേശം ഒരു മെഷർമെൻ്റൊക്കെ നോക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നേരത്തെ നമ്മളൊരു കിണർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ വക്കൊക്കെ ഒന്ന് റെഡിയാക്കുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ ക്ലേ വെച്ച് ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ചിരട്ടയുടെ ഫുൾ ഭാഗവും നമുക്ക് ഹൈഡ് ചെയ്തെടുക്കാം. അതിനായിട്ട് ക്ലേ നല്ലതുപോലെ നമുക്ക് തേച്ച് കൊടുക്കാം. കിണറിൻ്റെ നല്ലൊരു ഷേപ്പിലേക്ക് നമുക്ക് ഇതിനെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഈ ഒരു കിണറിൻ്റെ കുറച്ച് നമുക്ക് സ്റ്റെപ്സ് കൊടുക്കണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ ഇതേപോലെ ക്ലേ ഒന്ന് ഉരുട്ടി സ്റ്റെപ്പിൻ്റെ ആകൃതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തു വരുമ്പോഴാണ് ഓക്കെ നമുക്കിവിടെ ഒരു സ്റ്റെപ്സ് ആയാലോ എന്ന് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ തന്നെ ഞാനൊരു സ്റ്റെപ്പ് അങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്ലേ ഒരു റൗണ്ട് ഷേപ്പിൽ നല്ലപോലെ ഉരുട്ടിയെടുത്തിട്ട് ഞാൻ കുറച്ച് സ്റ്റോൺസിൻ്റെ ആകൃതിയിലും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കിണറിൻ്റെ പരിപാടികളൊക്കെ ഏകദേശം പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വിൻ്റർ തീമിലൊക്കെ കാണുന്നത് പോലെ ഞാനിവിടെ ഒരു ചുള്ളിക്കമ്പ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കോട്ടനൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു.
നമ്മൾ ഈ ഒരു കോട്ടനൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പുൽക്കൂട് കുറച്ചും കൂടി ഒരു അടിപൊളി ലുക്കായിട്ടുണ്ടായിരുന്നു. ഈ ഒരു പുൽക്കൂടിൻ്റെ ബേസായിട്ട് ഞാൻ കാർഡ്ബോർഡ്സും പേപ്പറൊക്കെയാണ് യൂസ് ചെയ്തിരുന്നത്. അതിന് മുകളിലായിട്ടാണ് നമ്മൾ ഈ ഒരു മണ്ണ് വിരിച്ചിരിക്കുന്നത്. റോഡിൽ നമ്മൾ ബേസ് കോട്ട് അടിച്ചിരിക്കുന്നത് ക്ലേ ആണ്. നിങ്ങളുടെ കയ്യിൽ പാറപ്പൊടി ഉണ്ടെങ്കിൽ അതൊന്ന് ഈ ഒരു റോഡിൽ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ റോഡൊന്ന് റെഡിയായി കിട്ടും. എനിക്ക് പാറപ്പൊടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പകരം എന്താണ് ഓൾട്ടർനേറ്റീവ് ഐഡിയ ഉള്ളതെന്ന് ഞാനിങ്ങനെ തിങ്ക് ചെയ്തു. അപ്പോഴാണ് ഈ ഒരു ചിരട്ടയുടെ ഒരു ഐഡിയ എൻ്റെ മനസ്സിലേക്ക് വന്നത്. അപ്പോൾ തന്നെ ഞാൻ ചിരട്ടയെല്ലാം ഒന്ന് പൊട്ടിച്ചെടുത്ത് ഒന്ന് വെച്ച് കൊടുത്ത് നോക്കിയായിരുന്നു. അപ്പോൾ സംഭവം നല്ല കിടു ലുക്കാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ തന്നെ ഞാൻ എല്ലാ പീസസും അങ്ങോട്ട് വെച്ച് കൊടുത്തു. അപ്പോൾ നിങ്ങൾ ഫൈനൽ ലുക്ക് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. എല്ലാ റോഡ്സും ഞാൻ ഈ ഒരു സെയിം ഐഡിയ ഉപയോഗിച്ച് കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഫൈനൽ ലുക്ക് നല്ല പൊളിയാണ് കേട്ടോ. ചെറിയ മെറ്റൽ കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി കേട്ടോ. ഏകദേശം ഒരു 3-4 ചിരട്ട മതിയാവും നമുക്ക് ഈ റോഡൊക്കെ ഒന്ന് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട്. എൻ്റെ റോഡുകളെല്ലാം വളരെ ചെറിയ റോഡായിട്ടാണ് കേട്ടോ ഇവിടെ ഞാൻ ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ സെയിം പ്രോസസ്സ് തന്നെ കേട്ടോ എല്ലാ റോഡിലും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. ഫുള്ളായിട്ടൊരു മേക്കിംഗ് പ്രോസസ്സ് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോയും കൂടെ ഇട്ടിരിക്കുന്നത്. ഈ ഒരു റോഡിൽ തന്നെയാണ് ഞാൻ കുറേ രൂപങ്ങൾ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതും. നിങ്ങൾക്ക് ചിരട്ട എത്രത്തോളം സ്മോൾ പീസസ് ആക്കാവോ അത്രത്തോളം സ്മോൾ പീസസ് ആക്കി കട്ട് ചെയ്ത് വെക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കൂടുതലായിട്ട് അറിയുക. ഞാൻ എന്തായാലും നമുക്കധികം ടൈം ഇല്ലാത്തത് കൊണ്ട് ഒത്തിരി ചെറുതാക്കാനൊന്നും പോയില്ല. ഏകദേശം ഒരു മീഡിയം അളവിലാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ റോഡ്സൊക്കെ ഏകദേശം ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ പുൽക്കൂട് ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. ഇനിയും നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. സ്മോൾ ഫിനിഷിങ് വർക്കുകളുണ്ട്. നമ്മളൊരു വീട് ക്ലേ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ നമ്മൾ ഓടിൻ്റെ പീസസ് ഒക്കെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കാർഡ്ബോർഡ്സ് തന്നെയാണ്. എല്ലാം ഒരു പരീക്ഷണമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒത്തിരി പോരായ്മകളും ഉണ്ടായിരുന്നു. ഈർക്കിളി വെച്ചിട്ട് ഞാൻ 2 വിൻഡോയും കൂടെ ഇതിന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയ കാർഡ്ബോർഡ് പീസുകൾ ഗ്ലൂഗൺ വെച്ച് ഒട്ടിച്ചു കൊടുത്ത് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. നല്ലതുപോലെ സ്റ്റിക്ക് ആവുന്നത് വരേക്കും നമ്മൾ ഇതേപോലെ കൈ വെച്ചൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിന് ചുറ്റിലും വേലിക്കായിട്ട് ഞാനിവിടെ വുഡിൻ്റെ പീസസൊക്കെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തെർമോക്കോളിൻ്റെ പീസും കട്ട് ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വേലിയിലേക്ക് കയറി കിടക്കത്തക്ക രീതിയിൽ ഞാൻ കുറച്ച് ടർട്ടിൽ വെയിനും സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പുൽക്കൂടിൻ്റെ അകത്ത് ഞാൻ കുറച്ച് ബാംബൂ ലീവ്സും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പുൽക്കൂടിൻ്റെ നടുക്കായിട്ട് ഞാനൊരു ചെറിയൊരു സ്റ്റാറും കൂടെ ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മൾട്ടി കളേഴ്സുള്ള ലൈറ്റ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ആ പുൽക്കൂടിൻ്റെ ആ ഒരു ഷേപ്പിന് മാച്ചാവുന്നത് പോലെയാണ് ഞാൻ ഈ ലൈറ്റും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഏകദേശം രാത്രിയായി. നമുക്ക് ഈ ലൈറ്റ്സൊക്കെ ഇട്ട് നമുക്ക് ഫൈനൽ ലുക്കൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് കരോള് വരുന്ന ദിവസമാണ്. പുൽക്കൂടിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഉണ്ണീനെ വെക്കുന്നതിനായിട്ടൊരു സ്റ്റാൻഡും കൂടെ സെറ്റപ്പ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു നൈറ്റ് വ്യൂവിൽ കിണർ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വ്യൂ ആണ് കിണറിൻ്റെ വീടിൻ്റെ ആ ഒരു വ്യൂ ആണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. വീടിനടുത്തായിട്ട് സാന്റാക്ലോസിനെ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡേ ലൈറ്റിലുള്ള വ്യൂവും നൈറ്റിലുള്ള വ്യൂവും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഡേ ലൈറ്റിലെ വീഡിയോ കാണാം. ഈസ്റ്റിൽ നിന്ന് വരുന്ന 3 രാജാക്കന്മാരെ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ക്രിസ്മസ് റീത്തും 2 ക്രിസ്മസ് ട്രീയും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ണീനെ വെക്കാനുള്ള ഈ ഒരു സ്റ്റാൻഡും. അപ്പോൾ ഇതാണ് നമ്മുടെ പുൽക്കൂടിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു പുൽക്കൂടിൻ്റെ അകത്തൊരു ക്യാമ്പ് ഫയർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു പുൽക്കൂട്ടിലെ ഓരോ ഭാഗങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കാണാം.